ധർമ്മസ്ഥല ഈ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ വിവാദമായിട്ടുള്ള എത്രയോ അധികം പേരുടെ കൊന്ന് ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ട സ്ഥലം എന്നുള്ള ഖ്യാതിയിലേക്ക് ആ ഒരു സ്ഥലം മാറി. മഞ്ജുനാഥ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന പുരാണങ്ങളും ഐതിഹ്യങ്ങളും ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും എല്ലാം ഇന്ന് മറിച്ച് അതൊരു നിരവധി പേരുടെ കൂട്ട കുഴിമാടമെന്ന രീതിയിലേക്ക് അതിന്റെ ഖ്യാതി മാറിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായത് ഒരു ശുചീകരണ തൊഴിലാളിയാണ്. ഈ ശുചീകരണ തൊഴിലാളി വരുന്ന സമയം മുതൽ അയാൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ആരോപണ വിധേയമാക്കിയ നാൾ മുതൽ ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു അജണ്ടയുണ്ട് എന്ന് കൂടിയുള്ള സംശയങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇതൊരു ഹൈന്ദവ അല്ലെങ്കിൽ സനാതന ധർമ്മികൾ പോകുന്ന ഒരു ഇടമായതുകൊണ്ടായിരിക്കാം ഇതിനെ പൊലിപ്പിച്ചു കാണിക്കാൻ വേണ്ടി പലർക്കും വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും ഇത്തരത്തിൽ തന്നെയുള്ളതാണ്. ഈ ശുചീകരണ തൊഴിലാളി പറയുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുഴുവൻ ശുദ്ധ കളവായിരുന്നു എന്ന്. മറ്റൊരാൾക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം പറഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അവർ തന്നേൽപ്പിച്ചിട്ടുള്ള തലയോട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ താൻ ഹാജരാക്കിയത് എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക. ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അയാൾ തിരിച്ചു പറയുകയാണ് ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇതിന് പിന്നിൽ മറ്റു ചിലരുണ്ട്, ഞാൻ അവരുടെ ബിനാമി ആയിരുന്നു എന്നുള്ളത്. SIT വന്ന് അവിടെ അന്വേഷണം നടത്തി. ഇപ്പോൾ SIT അന്വേഷണമൊക്കെ കെട്ട് പൂട്ടിവെച്ച് പോവാൻ പോവുകയാണ്. മാത്രമല്ല ഈ അന്വേഷണത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് പോലും SITക്ക് മിണ്ടാൻ താല്പര്യമില്ല. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല സംശയങ്ങളുമുണ്ട്. ആദ്യമൊക്കെ കരുതിയിരുന്നത് ഈ ആരോപണം ഉന്നയിച്ച ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നത് വളരെ പീഡിതനായിട്ടുള്ള സാധുവായിട്ടുള്ള ഒരാളാണ്. അയാൾ പറഞ്ഞിട്ടുള്ള കഥകൾ അങ്ങനെയാണല്ലോ. തൻ്റെ കുടുംബത്തിലൊരു കുട്ടിക്ക് അവൾക്ക് കൂടി മറ്റൊരു തരത്തിൽ, അതായത് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതോടുകൂടി താൻ ഈ സ്ഥലം വിട്ടുപോയെന്നാണ് ഈ പാവപ്പെട്ടവൻ പറഞ്ഞത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് വന്നിട്ട് തൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വിങ്ങിപ്പൊട്ടുന്നു, തനിക്ക് കുറ്റബോധം വരുന്നു, തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ഈ വെളിപ്പെടുത്തൽ മുഴുവൻ നടത്തിയത്. ഒരു പ്രദേശത്തെ, ഒരു നാടിനെ ഒന്നാകെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ഇയാൾ ഇത്രത്തോളം അയാൾക്ക് ഈ സമയത്ത് ഒരു മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യമോ അല്ലെങ്കിൽ വളരെ പീഡിതനായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അയാളുടെ ശരീരം നോക്കുക, വളരെ ദൃഢഗാത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല ആരോഗ്യമുള്ള, പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ല തണ്ടും തടിയും ഒക്കെയുള്ള മനുഷ്യൻ എന്ന് നമ്മൾ പറയില്ലേ, ആ തരത്തിലുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഇതിനു പിന്നിൽ ഇയാൾ ഇതൊക്കെ പറയുമ്പോൾ പോലും ഇത് സ്ഥലത്തർക്കമാണ്, ഇത് കൈവശപ്പെടുത്താനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷേ ഇതിൽ പറയുന്നത് ഇയാളുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില ഡീപ് സ്റ്റേറ്റുകൾ, ഈ ഡീപ് സ്റ്റേറ്റുകളുടെ പ്രവർത്തനം ഇയാളുടെ പിന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മതപരിവർത്തന ലോബികളുണ്ട്. മാത്രമല്ല സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇതിൽ വളരെ കാര്യമായി തന്നെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 17 പ്ലോട്ടുകൾ റഡാർ ഉപയോഗിച്ച് ആഴത്തിൽ കുഴിച്ചു, ഒരു കിണ്ടിയും കിട്ടിയില്ല. മറ്റു ചില സ്ഥലത്ത് നിന്ന് കുറച്ച് അസ്ഥികൾ കിട്ടി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചിട്ടൊന്നും ഒരു കിണ്ടിയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് കിട്ടാതായതോടുകൂടി ഈ അടവ് നയം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി പൊളിയുമെന്ന് ഉറപ്പായി എന്നുള്ളതാണ് ഈ സംഘത്തിന്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന് ഈ കഥമെനയിൽ പൂർണ്ണമായിട്ടും പൊളിയുമെന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. 100 കണക്കിന് സ്ത്രീ തൊഴിലാളികളെ സ്ത്രീകളെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത്. എവിടെയാണ്? 13ാം പ്ലോട്ടിലാണ്. ഈ കഥകളിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ ഈ 13ാം പ്ലോട്ടായിരുന്നു. അതെന്തോ വലിയ ഭീതിതമായിട്ടുള്ള ഒരു സ്ഥലം പോലെയാണ്, ദുരൂഹമായ ഇടം പോലെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പ്ലോട്ട് റഡാർ JCB സംവിധാനം ഉപയോഗിച്ച് എത്രയോ അടികൾ താഴ്ചയിൽ കുഴിച്ചു നോക്കി. ഇത് കുഴിച്ചിട്ടും യാതൊരു സാധനവും, ഒരു എല്ല് പോയിട്ട് ഒരു കമ്പി കഷ്ണം പോലും അവിടെ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇത് വന്നതോടുകൂടി നിരവധി യൂട്യൂബർമാരും ഒക്കെ
പുറത്തു വരികയും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകളൊക്കെ പുറത്ത് അടിച്ചിറക്കുകയും ചെയ്തു. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മൾ എവിടെയെങ്കിലും ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ തൂങ്ങി മരിച്ച ഒരു സ്ഥലമാണെന്ന് കരുതുക. അവിടെ ഞാനൊരു പ്രേതത്തെ കണ്ടു എന്ന് ഒരാൾ പറയുകയാണ്. ഒരാൾ പറഞ്ഞാൽ മതി, പിറ്റേ ദിവസം മുതൽ അവിടെ പ്രേതമായി സംസാരിച്ചതും പ്രേതത്തെ കണ്ട് കമിഴ്ന്നു വീണതും മലർന്നു വീണതുമായിട്ടുള്ള നിരവധി കഥകൾ പ്രചരിക്കുന്ന ഒരു നാടാണിത്. അത്തരത്തിലാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പലരും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കഥകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ തിരോധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, തിരോധാനങ്ങളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുമാണ്. പക്ഷെ മനഃപൂർവ്വമായിട്ട് ഒരു ഹൈന്ദവ ക്ഷേത്രം തകർക്കുകയും ആ ഹൈന്ദവ ക്ഷേത്രവുമായി അവർ വളരെ പരിപാവനമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ 1 2 സെന്റോ 10 12 സെന്റോ അല്ല, ഏക്കർ കണക്കിന് ഭൂമിയാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രവുമായിട്ടും ഇതിന്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ കിടക്കുന്നത്. ഇത് കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കർണാടകയാണ് സ്ഥലം. പലതരത്തിലുള്ള മാഫിയകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്ത് ഇത് കൈവശപ്പെടുത്താനുള്ള ബുദ്ധി ചിലരുടെ ബുദ്ധിയാണ് ഈ കഥ എന്ന് മനസ്സിലാക്കാനായിട്ട് മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാത്തത് പോലുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത വന്നതിന് ശേഷം ഈ അൽ ജസീറ എന്ന് പറയുന്ന ഈ ഹമാസോളികളെയൊക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു സൈറ്റ് ഉണ്ടല്ലോ, ന്യൂസ് സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റില് മനഃപൂർവ്വമായിട്ട് ദിനം പ്രതി എന്ന് പറയുന്നോണം ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കഥകളാണ്, റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത് എന്നതാ. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് അൽ ജസീറയ്ക്ക് ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതിന് എന്താണ് ഇത്ര വേവ്? ഈ വേവ് എന്തിനാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെയുള്ള ചില യൂട്യൂബർമാരുണ്ട്, ചില ദുരന്ത മുഖങ്ങളിൽ നിന്ന് യൂട്യൂബർമാരായിട്ട് മാറിയിട്ടുള്ള ചില മലയാളികളുണ്ട്. ആ മലയാളിയുടെയൊക്കെ കഥ നമുക്ക് പിന്നീട് പറയാം. മനാഫ് എന്നാണ് പേര്. നിങ്ങൾക്ക് ഷിരൂർ ദുരന്തമൊക്കെ ഓർമ്മയുണ്ടാകും. ഇപ്പോൾ മനാഫിനെ ഒന്നും കാണുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇതിന് പിന്നിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. മനാഫിൻ്റെത് മറ്റൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. എന്തായാലും ഈ പറയുന്ന യൂട്യൂബർമാരൊക്കെ പ്രചരിപ്പിച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടും പല സ്ഥലങ്ങളിൽ നേത്രാവതി പുഴയുടെ തീരങ്ങളിലും ഇയാൾ നിറയെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയൊക്കെ കുഴിയെടുത്തു, കിട്ടിയില്ല. ഒരു കഷ്ണം എല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളി മാധ്യമങ്ങൾ വരെ വലിയ രീതിയിലാണ് വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ മരിച്ചവരെ സംസ്കരിച്ചിട്ടുള്ള ഇടങ്ങളുണ്ടാവാം, ചില സംസ്കരിക്കാൻ പറ്റാതെ കുഴിച്ചിടപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവാം. ഇതിൻ്റെ അസ്ഥികളാണ് അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ളത് തർക്കിക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിൽ മനഃപൂർവ്വമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ധർമ്മസ്ഥലയിൽ 1 ഇഞ്ച് ഭൂമി കുഴിച്ചിട്ടുണ്ടെങ്കിൽ BJP അടക്കം അവിടെയുള്ള ജനങ്ങളെല്ലാം നേരെ തിരിഞ്ഞു നിൽക്കുന്ന, BJPയും അവിടെയുള്ള ജനങ്ങളും ഒക്കെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. BJP വലിയ രീതിയിലേക്കുള്ള പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങുകയാണ്. ഇതിന്റെ പിന്നിൽ ഇവരുടെ അജണ്ട എന്താണ് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിനും വായിൽ അടകടിച്ച മട്ടാണ്. അവർക്കും ഒന്നും പറയാനില്ല, മിണ്ടാതിരിക്കുകയാണ്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച രീതിയിലാണ് അവരുടെ ഇരിപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഭാരതത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്, അപകീർത്തികരമായ രീതിയിൽ അവയെ ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ കൂടുതൽ വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ, ശുചീകരണ തൊഴിലാളി ഞാൻ പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇയാളുടെ ജീവൻ പോലും ഇനി അപകടത്തിലാണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.